തൃശൂർ പൂരത്തിന്റെ ചരിത്രം കേവലം ഒരു ഉത്സവത്തിന്റെ തുടക്കം മാത്രമല്ല. അത് കൊച്ചി രാജ്യത്തിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ പുനർനിർമ്മാണത്തിന്റെ കൂടി കഥയാണ്. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ശക്തൻ തമ്പുരാൻ ഭരണം ഏറ്റെടുക്കുമ്പോൾ തൃശൂർ നഗരം ഇന്നത്തെ പോലെ വികസിതമായിരുന്നില്ല. വടക്കുംനാഥ ക്ഷേത്രത്തിന് ചുറ്റും കാടുകൾ നിറഞ്ഞു നിന്നിരുന്ന ആ പ്രദേശത്തെ വെട്ടിത്തെളിച്ച് ഇന്നത്തെ സ്വരാജ് റൗണ്ട് നിർമ്മിച്ചതും തൃശൂരിനെ ഒരു സാംസ്കാരിക തലസ്ഥാനമായി മാറ്റിയതും തമ്പുരാന്റെ ദീർഘവീക്ഷണമായിരുന്നു. ഈ നഗരവികസനത്തിന്റെ വിളംബരം കൂടിയായിരുന്നു അദ്ദേഹം വിഭാവനം ചെയ്ത പൂരം. പൂരത്തിന്റെ ഉത്ഭവത്തിന് പിന്നിൽ അന്നത്തെ ആചാരപരമായ വിവേചനങ്ങൾക്കെതിരെയുള്ള ഒരു ശക്തമായ പ്രതിഷേധവുമുണ്ട്. 1796 ആറാട്ടുപുഴ പൂരത്തിനെത്തിയ തൃശൂർ ഭാഗത്തെ 10 ക്ഷേത്രങ്ങളെ അവർ വൈകി എത്തിയെന്ന കാരണത്താൽ അധികാരികൾ പുറത്താക്കി. ഈ അപമാനത്തിൽ പ്രകോപിതനായ ശക്തൻ തമ്പുരാൻ തൃശൂരിലെ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ സ്വന്തമായി ഒരു മഹാമഹം വേണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ 1797 വടക്കുംനാഥനെ സാക്ഷിയാക്കി അദ്ദേഹം തൃശൂർ പൂരം പ്രഖ്യാപിച്ചു. ഇത് അന്നത്തെ കാലത്ത് വലിയൊരു സാമൂഹിക വിപ്ലവം കൂടിയായിരുന്നു. വളരെ കൃത്യമായ ആസൂത്രണത്തോടെയാണ് തമ്പുരാൻ പൂരത്തിന്റെ ഘടന രൂപകൽപ്പന ചെയ്തത്. അദ്ദേഹം പൂരത്തിൽ പങ്കെടുക്കുന്ന ക്ഷേത്രങ്ങളെ തിരുവമ്പാടി, പാറമേക്കാവ് എന്നിങ്ങനെ 2 വിഭാഗങ്ങളായി തിരിച്ചു. ഓരോ വിഭാഗത്തിന് കീഴിലും 5 ഘടകപൂരങ്ങളെ വീതം ഉൾപ്പെടുത്തി. ഈ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള ആരോഗ്യകരമായ മത്സരമാണ് കുടമാറ്റവും വെടിക്കെട്ടും ഇത്രയധികം ആവേശകരമാക്കുന്നത്. ക്ഷേത്രത്തിനകത്ത് ആചാരങ്ങൾ നടക്കുമ്പോഴും പൂരത്തിന്റെ പ്രധാന ആഘോഷങ്ങൾ തേക്കിൻകാട് മൈതാനത്ത് പൊതുജനങ്ങൾക്കായി നടത്തിയത് പൂരത്തെ ഒരു യഥാർത്ഥ ജനകീയ ഉത്സവമാക്കി മാറ്റി. തൃശൂർ പൂരത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ മതസൗഹാർദ്ദമാണ്. ക്ഷേത്ര ആചാരങ്ങളെ മുറുകെ പിടിക്കുമ്പോൾ തന്നെ പൂരത്തിന്റെ പന്തൽ നിർമ്മാണം, വെടിക്കെട്ട്, ആനച്ചമയങ്ങൾ എന്നിവയിൽ ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗങ്ങളുടെ സജീവ പങ്കാളിത്തം ശക്തൻ തമ്പുരാൻ ഉറപ്പാക്കി. 1797 മേടമാസത്തിൽ ആദ്യ പൂരം നടക്കുമ്പോൾ തമ്പുരാൻ നേരിട്ട് വടക്കുംനാഥന്റെ പടിഞ്ഞാറെ ഗോപുരത്തിൽ ഇരുന്ന് മേൽനോട്ടം വഹിച്ചു എന്നാണ് ചരിത്രം. ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഈ വിശ്വപ്രസിദ്ധമായ ഉത്സവം ഐക്യത്തിന്റെയും സാംസ്കാരിക പെരുമയുടെയും വലിയൊരു അടയാളമായി ഇന്നും നിലകൊള്ളുന്നു.